ടോപ്പ് ട്യൂഷൻ്റെ 9th സ്റ്റാൻഡേർഡ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 1 റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഈ ചാപ്റ്ററിലെ ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ: ഒരു റേ ഓഫ് ലൈറ്റ് ഒരു മീഡിയത്തിലേക്ക് ഒബ്ലിക്കായി വന്നിട്ട് പതിച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദ പാത്ത് ഓഫ് ദ ലൈറ്റ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. റിഫ്രാക്ഷൻ സംഭവിക്കും. ഇവിടെ ഇതാണ് ഇൻസിഡന്റ് റേ. ഈ സർഫസിലേക്ക് ഒബ്ലീക്ക് ചരിഞ്ഞ രീതിയിലാണ് വന്ന് പതിക്കുന്നത്. അപ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കുന്നത് ഈ ബൗണ്ടറിയിൽ വെച്ചിട്ടാണ്. ഈ മീഡിയം 1, മീഡിയം 2 ഈ രണ്ട് മീഡിയത്തിൻ്റെയും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിക്ക് അനുസരിച്ചിട്ട് ഈ റിഫ്രാക്റ്റ് ചെയ്തു പോകുന്ന റേയുടെ പാത്ത് എങ്ങനെയാണെന്ന് തീരുമാനിക്കും. ഇപ്പോൾ മീഡിയം 2വിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ റിഫ്രാക്റ്റഡ് റേ ഈ നോർമലിലേക്ക് കൂടുതൽ ചേർന്ന് വന്നു. മീഡിയം 2വിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ ഈ കറണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ആ ലൈനിൽ നിന്നും വീണ്ടും നോർമലിൽ നിന്ന് അകന്നു പോകും. അങ്ങനെ ഈ മീഡിയത്തിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിക്ക് അനുസരിച്ച് ഈ റിഫ്രാക്ഷൻ നടന്ന പാത്ത് മാറും. ക്വസ്റ്റ്യൻ: ഇപ്പോൾ ഒരു റേ ഓഫ് ലൈറ്റ് 90 ഡിഗ്രിയിൽ വന്ന് ഒരു ബൗണ്ടറിയിൽ, ഒരു മീഡിയത്തിൻ്റെ ബൗണ്ടറിയിൽ പതിച്ചാൽ അതിൻ്റെ പാത്തിന് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഇത് മീഡിയം ഗ്ലാസ്സിലേക്ക് 90 ഡിഗ്രിയിൽ വന്ന് പതിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. ആ സെയിം പാത്ത് കണ്ടിന്യൂ ചെയ്യും. പാത്തിന് ഡീവിയേഷൻ ഒന്നും ഉണ്ടാവില്ല. ലൈറ്റ് ബെൻഡ് ചെയ്യില്ല. ഒരു കാര്യ വ്യത്യാസം ഉണ്ടാവുന്നത് ഓരോ മീഡിയത്തിനനുസരിച്ചിട്ട്, മീഡിയത്തിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിക്ക് അനുസരിച്ച് ആ മീഡിയത്തിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡിന് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഈ ഗ്ലാസ്സിലുള്ള സ്പീഡായിരിക്കില്ല എയറിലുള്ളത്. ആ സ്പീഡിന് രണ്ടിലും വ്യത്യാസം ഉണ്ടാകും. പക്ഷേ 90 ഡിഗ്രിയിൽ വന്നിട്ട് ഈ ബൗണ്ടറിയിൽ പതിച്ചിരിക്കുന്നത് കാരണം പാത്തിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. കോൺസ്റ്റന്റ് ആയിട്ട് ആ വന്ന പാത്തിൽ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്യും. സ്പീഡ് ഓരോ മീഡിയത്തിലും അതിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അനുസരിച്ചിട്ട് മാറും. ക്വസ്റ്റ്യൻ: How does the direction of light change when a ray of light enters obliquely from air to water? ഇവിടെ നമുക്ക് രണ്ട് മീഡിയം തന്നിട്ടുണ്ട്, എയറും വാട്ടറും. എയറിൽ നിന്ന് ഒബ്ലീക്കായിട്ട് വന്ന് വാട്ടർ സർഫസിലേക്കാണ് ഇൻസിഡൻറ്റ് റേ വന്ന് പതിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് എങ്ങനെയായിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എയർ, സെക്കൻഡ് മീഡിയം വാട്ടർ, ഇൻസിഡൻറ്റ് റേ ഒരു ഒബ്ലീക്കായിട്ട് ഒരു ആംഗിളിൽ വന്നിട്ടാണ് ഈ സർഫസിൽ പതിച്ചിരിക്കുന്നത്. അപ്പോൾ റിഫ്രാക്ഷൻ നടക്കും. റിഫ്രാക്ഷൻ നടക്കുമ്പോൾ എയറിനേക്കാളും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വാട്ടറിന് കൂടുതലാണ്. അപ്പോൾ നോർമലായി സ്ട്രെയിറ്റ് പോകുന്നതിന് പകരം ഈ നോർമലിലേക്ക് ഈ റിഫ്രാക്റ്റഡ് റേ കൂടുതൽ അടുത്ത് വരും. അപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞ് ഇങ്ങനെ വരയ്ക്കും. ദിസ് ഈസ് ദ റിഫ്രാക്റ്റഡ് റേ. റേ ബെൻസ് ടുവേർഡ്സ് നോർമൽ. ഈ ബൗണ്ടറിയിൽ വെച്ചിട്ടാണ് ഈ ചേഞ്ച് ഇൻ ഡയറക്ഷൻ സംഭവിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എയറിലുള്ള അത്ര സ്പീഡിൽ ഉണ്ടാവില്ല ഈ വാട്ടർ. കാരണം വാട്ടറിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് കുറയും. ടോപ്പ് ട്യൂഷന്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ: ദ ബോട്ടം ഓഫ് അക്വേറിയം ഈസ് സീൻ എബവ് ദ സർഫസ് ഓഫ് വാട്ടർ. സ്റ്റേറ്റ് ദ റീസൺ. അക്വേറിയത്തിന്റെ ബോട്ടം നമുക്ക് മേളിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ച് ആഴം കുറഞ്ഞ് പൊങ്ങിയ മാതിരിയുള്ള ഒരു ഫീലിംഗ് കിട്ടും. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ അക്വേറിയത്തിനെ ഈ ഒരു ആംഗിളിൽ നിന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അക്വേറിയത്തിൻ്റെ ബോട്ടമിലുള്ള ഈ എ എന്നുള്ള ഈ പോയിന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എയിൽ നിന്നുള്ള ലൈറ്റ് റേ നമ്മുടെ കണ്ണുകളിൽ വരുമ്പോഴാണ് നമ്മൾ എ കാണുന്നത്, ഈ പോയിന്റ് കാണുന്നത്. അതായത് ഈ റേ ഇവിടെ വന്നു ഈ വാട്ടറിൻ്റെ സർഫസിലെത്തി കഴിയുമ്പോഴേക്കും ഇനി ഡിഫറെൻറ്റ് മീഡിയത്തിലേക്കാണ് പോകുന്നത്. അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വാട്ടറിന് കൂടുതലാണ്, എയറിന് കുറവാണ്. അപ്പോൾ ഇതാണ് നോർമലിൽ നിന്ന് ഈ പോയിന്റിലെത്തുന്ന ഈ ലൈറ്റ് റേ നോർമലിൽ നിന്ന് കുറച്ചും കൂടി അകന്ന്, പിന്നെ ഇവിടെ നിന്ന് വന്ന അതേ ആംഗിളിലല്ല പോകുന്നത്. അതിന് പകരം കുറച്ച് നോർമലിൽ നിന്ന് അകന്ന് വരുന്നു. അപ്പോൾ അങ്ങനെ ടിൽറ്റഡ് ആയി വന്ന് കൂടുതൽ ചെരിഞ്ഞ ഈ റേസാണ് നമ്മുടെ കണ്ണിൽ ആദ്യം പതിക്കുന്നത്. അപ്പോൾ എ എന്നുള്ള പോയിന്റ് നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ലൈറ്റ് റേസ് സ്ട്രെയിറ്റ് ആയിട്ടാണ് നമുക്ക് ഫീലിംഗ് വരുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ നിന്നാണ് നമുക്ക് ഈ എ കണ്ടത് ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്ന ഈ പോയിന്റിലാണ് എന്നുള്ള ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത്
ഇത്രയും ഡെൽറ്റ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. എയുടെ ആഴം കുറവായിട്ട് അപ്പാരൻ്റ്ലി ഇവിടെയാണെന്നാണ് നമ്മൾ ഒരു ഫീലിംഗ് കിട്ടുന്നത്. ലൈറ്റ് റേസ് ട്രാവൽ ഡെൻസറിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്കാണ് നമ്മുടെ കണ്ണുകളിൽ എത്തുമ്പോഴേക്ക് സഞ്ചരിക്കുന്നത്. അപ്പോൾ നോർമലിൽ നിന്ന് കൂടുതൽ അകന്നു വരും. അത് നമുക്കൊരു ഫീലിംഗ് തരും. ഈ പോയിന്റ് അല്ല, കുറച്ചും കൂടി ഉയർന്ന പോയിന്റിൽ നിന്നാണ് ആ പോയിന്റ് നമ്മൾ കണ്ടതെന്നുള്ള ആ ഫീലിംഗ് വരും. അതായത് ആഴം കുറഞ്ഞൊരു ഫീലിംഗ് നമുക്ക് കിട്ടും. ക്വസ്റ്റ്യൻ, നമുക്ക് 2-3 മീഡിയം തന്നിട്ടുണ്ട്. അതിനെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ ഓർഡറിൽ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എയർ, ഗ്ലാസ്, ഡയമണ്ട്, വാട്ടർ. എയർ ആണ് ഏറ്റവും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ളത്. അത് കഴിഞ്ഞാൽ വാട്ടർ, അതിനേക്കാൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഗ്ലാസിന് കൂടുതലാണ്. ഡയമണ്ടിനാണ് ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈ തന്നിരിക്കുന്നതിൽ. ക്വസ്റ്റ്യൻ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ഇസ് 2 × 10⁸ m/s. Speed of light in air 3 × 10⁸ m/s. Calculate the refractive index of glass. ലൈറ്റിൻ്റെ സ്പീഡ് ഗ്ലാസ്സിലും എയറിലും ഉള്ള വാല്യൂസ് തന്നിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്ലാസിൻ്റെ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന വാല്യൂസ് എടുത്തെഴുതി. സി വി വാല്യൂസ് എടുത്തെഴുതി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu = സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം സി ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് വി. വാല്യൂസ് രണ്ടും തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് കിട്ടുന്നത് 1.5 ആണ്. ഒരു കാര്യം നോട്ട് ചെയ്യണം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ ആണ്, അതിന് യൂണിറ്റ് ഉണ്ടാവില്ല. കാരണം ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും യൂണിറ്റ് m/s തന്നെയാണ്. അത് രണ്ടും കട്ട് ചെയ്ത് പോയാൽ റേഷ്യോയ്ക്ക് യൂണിറ്റ് ഇല്ല. ക്വസ്റ്റ്യൻ, കമ്പയർ ദ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വിത്ത് റെഗുലർ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനെയും റെഗുലർ ആയിട്ടുള്ള റിഫ്ലക്ഷനെയും കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പഠിച്ചു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്നാൽ ഒരു ഡെൻസറിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് റിഫ്രാക്ഷൻ സംഭവിച്ചു കഴിയുമ്പോഴേക്കും ഈ നോർമലിൽ നിന്ന് റിഫ്രാക്റ്റഡ് റേ കൂടുതൽ അകന്നു വരും. ഇൻസിഡൻറ്റ് റേയുടെ ആംഗിൾ കൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ റിഫ്രാക്റ്റഡ് റേ അകന്നകന്ന് ഒരു പെർട്ടിക്കുലർ ക്രിട്ടിക്കൽ ആംഗിളിൽ ആകുമ്പോൾ, ഇൻസിഡൻറ്റ് ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിൾ ആകുമ്പോഴേക്കും ഈ റിഫ്രാക്റ്റഡ് റേ ഈ സർഫസിന് പാരലായിട്ട് ഇങ്ങനെ പോകും. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ക്രിട്ടിക്കൽ ആംഗിളിന് എബവ് ആയിട്ട് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻസിഡൻറ്റ് റേയുടെ ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളിന് എബവ് ആയി കഴിഞ്ഞാൽ വീണ്ടും നോർമലിൽ നിന്ന് കൂടുതൽ അകന്നു എന്ന് പറയുമ്പോഴേക്കും ഈ പാരലൽ ആയി പോയ ആ റേ വീണ്ടും ഇങ്ങോട്ടേക്ക് താഴേക്ക് സെയിം മീഡിയത്തിലേക്ക് തന്നെ റിഫ്രാക്റ്റ് ചെയ്ത് വരുന്ന ഇഫക്റ്റാണ് വരുന്നത്. അതായത് ഇവിടെ നിന്ന് പുറപ്പെട്ട റേ സെയിം മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ബാക്ക് ആയിട്ട് വരുന്നത്. അതിനെയാണ് നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. നോർമൽ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് റേ ഒരു സർഫസിൽ വന്ന് തട്ടി ആ അതിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അവിടെ വേറെ ആംഗിളോ മീഡിയമോ ഒന്നും പ്രശ്നമല്ല. ഇവിടെ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനും റെഗുലർ റിഫ്ലക്ഷനും. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനിൽ നമുക്ക് ഓൾവേസ് ലൈറ്റ് റേ ട്രാവൽ ചെയ്യേണ്ടത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് ആയിരിക്കണം. ആ കേസിൽ മാത്രമേ നമുക്ക് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കിട്ടുള്ളൂ. കാരണം നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത മാതിരി ലൈറ്റ് റേ നോർമലിൽ നിന്ന് അകന്ന് വന്ന് കണ്ടിന്യൂ ചെയ്ത് ഇൻക്രീസ് ചെയ്യണതിൻ്റെ ഇൻസിഡൻറ്റ് ആംഗിൾ ഇൻക്രീസ് ചെയ്യണതിനനുസരിച്ചിട്ട് റിഫ്രാക്റ്റഡ് റേ നോർമലിൽ നിന്ന് അകന്ന് വീണ്ടും സെയിം മീഡിയത്തിലേക്ക് റിഫ്ലക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഡെൻസർ ടു റെയറർ മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്താലേ നടക്കുള്ളൂ. അപ്പോൾ ഇതൊരു പോയിന്റ് വേണം ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കാൻ വേണ്ടി. റെഗുലർ റിഫ്ലക്ഷൻ നടക്കാനായിട്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസമൊന്നും മീഡിയത്തിന് ആവശ്യമില്ല. ഡെൻസർ മീഡിയോ റെയറർ മീഡിയോ ഏത് മീഡിയോ ആയാലും റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ നടക്കും. ഇവിടെ നെക്സ്റ്റ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് വേണ്ടി ആവശ്യമുള്ളത് ഇൻസിഡൻറ്റ് ആംഗിൾ ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആകണം. ക്രിട്ടിക്കൽ ആംഗിളിന് എബവ് ആയാൽ മാത്രമാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ. പക്ഷേ റിഫ്ലക്ഷൻ്റെ കേസിൽ ഏത് ആംഗിളിലാണെന്നുണ്ടെങ്കിലും റിഫ്ലക്ഷൻ നടക്കാം. ഇനി ലൈറ്റ് റേ ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ കേസിലൊക്കെയാണ് ലൈറ്റ് റേ കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ബാക്ക് ചെയ്യും. ബട്ട് റെഗുലർ റിഫ്ലക്ഷൻ്റെ കേസിൽ ലൈറ്റ് റേ കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യണം എന്നില്ല. കുറച്ച് റിഫ്രാക്ഷനൊക്കെ സംഭവിച്ചിട്ട് അടുത്ത ഇതിൽ പോയാലും കുറച്ച് ലൈറ്റ് റിഫ്ലക്ഷനും സംഭവിക്കും. അപ്പോൾ കംപ്ലീറ്റ് ലൈറ്റ് റിഫ്ലക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ കേസിൽ ലൈറ്റ് റേ കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ സെയിം മീഡിയമാണ്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ചുകളായുള്ള ട്യൂഷൻ ക്ലാസുകൾക്ക് പുറമെ
വീഡിയോ നോട്ടുകൾ, പതിവായുള്ള ടെസ്റ്റുകൾ, പരീക്ഷാ റിവിഷൻ എന്നിവയിലൂടെ മികച്ച വിജയത്തിനുള്ള വഴിയൊരുക്കുന്ന ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ഇന്നു തന്നെ ജോയിൻ ചെയ്യൂ. ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ യൂസസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്? ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൻ്റെ ഉപയോഗങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് മെയിൻലി ടെലികമ്മ്യൂണിക്കേഷനിൽ വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. വെരി ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ കുറച്ച് സമയത്തിൽ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ടെലികമ്മ്യൂണിക്കേഷനിൽ വളരെ യൂസ്ഫുള്ളാണ് OFC. എൻഡോസ്കോപ്പ്, അത് ഇൻറ്റേർണൽ ബോഡി പാർട്ട് സ്കാനിങ്ങിനുള്ളതിന് ഉപയോഗിക്കുന്നുണ്ട്. ഫാൻസി ലൈറ്റ്, ദെൻ മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതിലെല്ലാം OFC ഉപയോഗിക്കുന്നുണ്ട്. ഇൻ്റർനെറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ, അതായത് സെയിം തിങ് തന്നെ, കമ്മ്യൂണിക്കേഷനിൽ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിലും OFC ഉപയോഗിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ: നെയിം സം പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ സം പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടന്നിട്ടാണ് ലൈറ്റ് റേസ് ട്രാവൽ ചെയ്ത് മറ്റേ എൻഡിലെത്തുന്നത്, ഡേറ്റ ലോസ് കുറച്ചിട്ടുള്ള. എൻഡോസ്കോപ്പിലും ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഉപയോഗിക്കുന്നു. പ്രിസത്തിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, അത് യൂസ് ചെയ്ത പെരിസ്കോപ്പ് നമ്മൾ ഒരു എക്സാമ്പിൾ കണ്ടതാണ്. റിഫ്ലക്റ്റേഴ്സിലും ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ് ഉപയോഗിച്ച് മാക്സിമം ലൈറ്റ് അവൈലബിൾ ആക്കുന്നത്. ക്വസ്റ്റ്യൻ: ലിസ്റ്റ് സം റിയൽ ലൈഫ് സിറ്റുവേഷൻസ് വെയർ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ക്യാൻ ബി ഒബ്സർവ്ഡ്. റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ നമ്മൾ റിഫ്രാക്ഷൻ കണ്ടിട്ടുള്ള സിറ്റുവേഷൻ ഏതൊക്കെയാണ്? ഫസ്റ്റ്, ഫോർമേഷൻ ഓഫ് റെയിൻബോയിൽ ഫോർമേഷന് ഇറഗുലർ ആയിട്ടുള്ള റിഫ്രാക്ഷനാണ്. ലൈറ്റിൻ്റെ ഇറഗുലർ റിഫ്രാക്ഷൻ വഴിയാണ് റെയിൻബോ ഫോം ചെയ്യുന്നത്. മിറാഷ്, ഒപ്റ്റിക്കൽ ഇല്യൂഷൻ, അവിടെ ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്രാക്ഷനും എല്ലാം ഉണ്ടായിട്ടാണ് ആ കൈൻഡ് ഓഫ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ഉണ്ടാകുന്നത്. അവിടെയും റിഫ്രാക്ഷൻ ഉണ്ട്. ലൂമിങ്, അത് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ, നമുക്ക് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റൊക്കെ കുറച്ചും കൂടി അടുത്തായിട്ടുള്ള ഫീലിംഗ് വരുത്തുന്ന ആ കേസിലും റിഫ്രാക്ഷനാണ് ഉണ്ടാകുന്നത്. ട്വിങ്ക്ലിംഗ് ഓഫ് ദ സ്റ്റാർസും റിഫ്രാക്ഷൻ്റെ ഒരു നമ്മൾ പ്രാക്ടിക്കലായി കണ്ടിരിക്കുന്ന ഒരു റിയൽ ലൈഫ് എക്സാമ്പിളാണ്. ക്വസ്റ്റ്യൻ: റെഫർ ദ ബിലോ ഫിഗേഴ്സ് ആൻഡ് ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻസ്. തന്നിരിക്കുന്ന ഫിഗർ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് റേ റിഫ്രാക്റ്റ് ചെയ്ത് പോകുന്ന ഫിഗേഴ്സാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഫ്രം വിച്ച് മീഡിയം ടു വിച്ച് മീഡിയം ലൈറ്റ് റേ എൻറ്റർ. ഏത് മീഡിയത്തിൽ നിന്ന് ഏത് മീഡിയത്തിലേക്കാണ് ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ഒപ്റ്റിക്കലി ഡെൻസറിൽ നിന്ന് റെയറിലേക്കാണോ, റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസറിലേക്കാണോ പോകുന്നതെന്ന് ഈ ഫിഗർ നോക്കിയിട്ട് നമുക്ക് മനസ്സിലായെന്ന് ആണ് നമുക്ക് പറയേണ്ടത്. ആൻസർ: ഇവിടെ നോക്കുമ്പോൾ ഡെൻസറിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്നത്. കാരണം ഈ മീഡിയത്തിൽ നിന്ന്, ഇതാണ് ആരോ മാർക്ക് നോക്കിയാൽ അറിയാം, ഈ മീഡിയത്തിൽ നിന്ന് റിഫ്രാക്റ്റഡ് റേ നെക്സ്റ്റ് മീഡിയത്തിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഇവിടെ ആകുമ്പോൾ ലൈറ്റ് റേ റിഫ്രാക്റ്റ് ചെയ്ത് പോയിരിക്കുന്നത് ഈ നോർമലിൽ നിന്നും കൂടുതൽ അകന്ന പോയിരിക്കുന്നത്. നോർമലി ഇവിടെ ഈ വന്ന ലൈറ്റ് റേ സ്ട്രെയിറ്റ് പോകുന്നതിന് പകരം നോർമലിൽ നിന്ന് കുറച്ചും കൂടി അകന്നു. അതിൻ്റെ അർത്ഥം ഈ പോകുന്ന മീഡിയം റെയറർ മീഡിയം ആണെന്ന്. അപ്പോൾ ആൻസർ ഈസ് ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം ഡെൻസർ ടു റെയറർ മീഡിയം ഇൻ ദിസ് ഫിഗേഴ്സ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വെൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസസ്. നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടി വരുംതോറും ആംഗിൾ ഓഫ് റിഫ്രാക്ഷന് എന്താണ് സംഭവിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആദ്യത്തെ ഫിഗറിൽ 35 ഡിഗ്രിയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, സെക്കൻഡ് ഫിഗറിൽ 42, നെക്സ്റ്റ് 43. അങ്ങനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടി വരുമ്പോഴേക്കും ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്താണ് സംഭവിക്കുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇവിടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ഡെൻസർ ടു റെയറർ മീഡിയമാണ്. കാരണം ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ആയിരിക്കുന്ന ഈ ഫിഗർ നോക്കൂ, ഇവിടെ എത്തിക്കഴിയുമ്പോഴേക്കും ലൈറ്റ് റേ നോർമലിൽ നിന്ന് വളരെ അകന്നാണ് പോകുന്നത്. സോ ഇറ്റ് ഈസ് ഡെൻസർ ടു റെയറർ മീഡിയമാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നിരിക്കുന്നത്. പിന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈ രണ്ടാമത്തെ ഫിഗറിൽ 35 42 ആക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ റിഫ്രാക്റ്റഡ് റേ കൂടുതൽ അകന്ന് വന്ന് 42 ആയപ്പോൾ ക്രിറ്റിക്കൽ ആംഗിളായി. ഈ മീഡിയം പെയറിൻ്റെ ക്രിറ്റിക്കൽ ആംഗിൾ ആയി കഴിഞ്ഞത് കാരണമാണ് ഇവിടെ ഈ റിഫ്രാക്റ്റഡ് 90 ഡിഗ്രിയിൽ നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്
കൂടുന്നതിനനുസരിച്ച് റിഫ്രാക്റ്റഡ് റേ നോർമലിൽ നിന്ന് കൂടുതൽ അകന്ന് ക്രിട്ടിക്കൽ ആംഗിൾ ആകുമ്പോഴേക്കും റിഫ്രാക്റ്റഡ് റേ 90 ഡിഗ്രിയിലായി. ഇനിയും നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് 42 നിന്ന് 43 ആയി കഴിഞ്ഞപ്പോഴേക്കും ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ് സംഭവിച്ചത്. അതായത് സെയിം മീഡിയത്തിൽ തന്നെ റിഫ്രാക്റ്റഡ് റേ റിഫ്ലക്റ്റ് ബാക്ക് ചെയ്തു. അതായത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കും. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വെൻ ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 90 ഡിഗ്രി. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുമ്പോൾ എത്രയാണ് നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ഇവിടെ 42 ഡിഗ്രിയാണ് ഈ ഫിഗറിൽ. 90 ഡിഗ്രിയിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 42. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ദിസ് പെയർ. ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് പെക്യുലിയാരിറ്റി ഡു യു നോട്ടീസ് വെൻ ദ ലൈറ്റ് ഇസ് ഇൻസിഡൻറ്റ് അറ്റ് ആൻ ആംഗിൾ ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിട്ട് ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് വരുന്നതെങ്കിൽ എന്ത് പെക്യുലിയാരിറ്റിയാണ് നമ്മൾ ഇവിടെ നോട്ട് ചെയ്തത്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുമ്പോൾ റിഫ്രാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അതായത് അടുത്ത മീഡിയത്തിലേക്ക് ലൈറ്റ് റേ ഒന്നും പോകില്ല. അതായത് കംപ്ലീറ്റ് ലൈറ്റ് റേ സെയിം മീഡിയത്തിലേക്ക് തന്നെ ടോട്ടലി റിഫ്ലക്റ്റഡ് ബാക്ക് ആണ്. അതാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് റൂം ട്യൂഷനിലേക്കും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ഡീറ്റെയിൽസിനായി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്